ക്രോസ് ബെൽറ്റ് എന്ന NN പിള്ളയുടെ പ്രശസ്തമായ നാടകം അഭ്രത്തിലെഴുതാൻ ശ്രമിച്ച പലരും പിൻവാങ്ങുമ്പോഴാണ് മണി ആ നാടകം സിനിമയാക്കുന്നതും ഹിറ്റാക്കി മാറ്റുന്നതും. മണിയെ ക്രോസ് ബെൽറ്റ് മണിയായി സിനിമ വായിച്ചു തുടങ്ങുന്നതും അവിടം തൊട്ടാണ്. ക്രോസ് ബെൽറ്റ് എന്ന സബ്ജക്റ്റ് പല സംവിധായകരും സിനിമയാക്കാൻ ശ്രമിച്ചു, പക്ഷെ ആരും ധൈര്യപ്പെട്ടില്ല. ഒന്നാമത് അതിൽ കഥാനായകനും കഥാനായികയും തമ്മിലുള്ള ഒരു യുഗ്മഗാനമില്ല, അപ്പോൾ പിന്നെ ഓടിയെന്നുള്ള പ്രേമമില്ല, ഇങ്ങനെയുള്ള ഒരു പ്ലസ് പോയിൻറ്റും ഇല്ല. യഥാർത്ഥത്തിൽ സഹോദരനും സഹോദരിയായിട്ട് കഥാനായകനും കഥാനായികയായിട്ട് വരുന്നു. അപ്പോൾ അതിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കാമല്ലോ. അതും ഒരു ഷോർട്ട് പീരീഡ് നടക്കുന്ന ഒരു സബ്ജക്റ്റ്. പക്ഷേ എന്തോ ആ പടം ഞാൻ കംപ്ലീറ്റ് ചെയ്തു, പടം ഡിസ്ട്രിബ്യൂട്ട് കാണിച്ചപ്പോഴേ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്, മിസ്റ്റർ മണി, ഞാൻ ഈ പടത്തിൽ തൃപ്തിയല്ല. കാരണം എനിക്ക് പോരാ, പടം പോരാ. ഒരു ചെറിയ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിനെ വളരെ ഗ്രിപ്പായിട്ട് ഞാൻ എടുത്ത് കൊണ്ടുവന്നേക്കണം. പക്ഷെ അതിൽ അന്നത്തെ കാലത്തുള്ള യാതൊരു ഫോർമലും ഇല്ല. ഒന്നേ ഡിബേറ്റ് വേണം, അല്ലെങ്കിൽ കോമഡി വേണം, കോമഡി ഇല്ല, അങ്ങനെയുള്ള ഒരു സ്കോപ്പും ഇല്ല. എന്തോ അവിടെ ചെറിയ പഞ്ചസുണ്ട് കോമഡിയിൽ ബഹൂറിൻ്റെ. എന്ന് പടം റിലീസായി. ആ ഇടക്കാലങ്ങളിൽ ഇറങ്ങിയ പടങ്ങളിൽ ഏറ്റവും ഹിറ്റായ പടം, നല്ല നാടകങ്ങളും അറിയപ്പെടുന്ന നോവലും. ഉദാഹരണത്തിന് എസ്കേപ്പ് വെട്ടുകണ്ണ്, നാടൻ പ്രേമം, ഒരു നല്ല നോവലല്ലേ, അത് ഞാൻ ചലച്ചിത്രമാക്കി. പിന്നെ കടവൂർ ചന്ദ്രൻപിള്ളയുടെ പുത്രകാമേശ്വരി, അതൊരു നാടകമായിരുന്നു, അത് ഞാൻ സിനിമയാക്കി. അങ്ങനെ നല്ല സബ്ജക്റ്റ് ഞാൻ എടുത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് പ്രൂഫായിരുന്നാൽ കുറച്ചുകൂടി ധൈര്യമായിട്ട് വർക്ക് ചെയ്യും. ഇപ്പം നാടകമായിട്ട് വന്ന് ക്രോസ് ബെൽറ്റ് എത്ര നാടകം കളിച്ചിട്ടുണ്ടെന്ന് പറയാക്കില്ല. അതൊരു ആളുകൾ അംഗീകരിച്ച സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ ചന്ദ്രൻപിള്ളയുടെ പുത്രകാമേശ്വരി ഒരുപാടൊന്നും ഓടിയിട്ടില്ലെങ്കിൽ കുറേ നാടകങ്ങൾ കളിച്ച സബ്ജക്റ്റാണ്. സിനിമ എന്നത് പ്രേക്ഷകരെ മാത്രമല്ല, നിർമ്മാതാക്കളെയും തൃപ്തിപ്പെടുത്തണമെന്ന് തിരിച്ചറിയുന്നിടത്താണ് ക്രോസ് ബെൽറ്റ് മണി എന്ന സംവിധായകൻ വഴിമാറി സഞ്ചരിച്ചു തുടങ്ങുന്നത്. പക്കാ കൊമേഴ്സ്യൽ സിനിമകളുടെ ആളായി മാറി ഇദ്ദേഹം. പണം വാരി സിനിമകളുടെ സംവിധായകനായും ഇദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി. കച്ചവട സിനിമകൾ ഒരുക്കുമ്പോഴും പ്രേക്ഷകരോടുള്ള കമ്മിറ്റ്മെന്റിന് കുറവ് വരുത്തിയിരുന്നില്ല ഇദ്ദേഹം. എൻ്റെ തുടക്കം മുതലുള്ള പ്രൊഡ്യൂസേഴ്സ് പലരും കുറേ കാലം പിടിച്ചു നിന്നിട്ടുണ്ട്, എനിക്കറിയാം. ഉദാഹരണത്തിന് എൻ്റെ ഫസ്റ്റ് പിക്ചർ എടുത്തപ്പോൾ മിസ്റ്റർ പൊന്നപ്പൻ, പിന്നെ മിടുമിടുക്കി, ക്രോസ് ബെൽറ്റ്, പിന്നെ പുള്ളിമാൻ എന്ന സബ്ജക്റ്റ് എടുത്താണ് അങ്ങനെ മതിയാക്കിയത്. അങ്ങനെ പല പ്രൊഡ്യൂസേഴ്സും രണ്ടാമതും പടങ്ങളെടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് തുടർന്ന് ഇതിൽ നിൽക്കത്തക്ക ഒരു സാമ്പത്തിക ശേഷി കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം കളക്ഷനാണ്. കളക്ഷൻ്റെ ഒരു വലിയ ശതമാനം ഡിസ്ട്രിബ്യൂട്ടറായി പോകും. പിന്നെ കിട്ടുന്നത് വെച്ച് ഒരു പ്രൊഡ്യൂസറെ കൊണ്ട് നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ പക്ക കൊമേഴ്സിലേക്ക് മാറി. എൻ്റെ പടങ്ങൾ പിന്നെ അങ്ങോട്ട് BNC ആയിരുന്നു മെയിൻ. A സെൻറ്ററിൽ 10 രൂപ കളക്ട് ചെയ്യുന്ന പടം BNCയിൽ 30 രൂപ 60 രൂപ കളക്ഷനായിട്ട് മാറി. അങ്ങനെ വന്നപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ നിൽക്കാൻ സാധിച്ചു. ഞാൻ സ്വന്തമായിട്ട് പടമെടുത്തത് ആദ്യം യുദ്ധഭൂമി എന്നായിരുന്നു. പക്ഷേ കമേഴ്ഷ്യൽ പക്ക ആക്ഷൻ പിക്ചർ, കുതിരകളും അതിൻ്റെ ചേസിങ്ങും മറ്റതും മറിച്ചായിട്ട് പടം BNC ഹിറ്റാ പോയി. അതിനുശേഷം എൻ്റെ പടങ്ങൾ എവിടെ വന്നാലും A-കാട്ടി BNCയിലായിരിക്കും ഓഫർ. തിയേറ്ററുകാർ വന്ന് പടം കളക്ട് ചെയ്തുകൊണ്ട് പോകും. കളക്ട് ചെയ്യുമ്പോൾ നല്ല കളക്ഷനും ഉണ്ടാകും. അങ്ങനെ എനിക്കും ഞാൻ പ്രൊഡ്യൂസറായിട്ട് മാറിയപ്പോൾ എനിക്ക് പടങ്ങൾ നല്ല ഹെൽപ്പ് ചെയ്തു, എല്ലാ പടങ്ങളും. പക്ഷെ നല്ല പടം എടുത്ത് ചോറ്റാനിഗ്രഹം നല്ല സബ്ജക്റ്റായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. പാട്ടുകളും അവതരണവും എല്ലാം കൊണ്ട് അത് സാമ്പത്തികമായിട്ട് നല്ല സക്സസ് ആയിരുന്നു പടം.